അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മര്യാദ പഠിപ്പിക്കണം. എന്താണ്? വലാ തഖൂലന്ന ലിശൈഇൻ ഇന്നി ഫാഇലുൻ ദാലിക ഗദ. നിങ്ങൾ ആരും തന്നെ നാളെ ഞാനൊരു കാര്യം ചെയ്യുന്ന ഉറപ്പിച്ച് പറയരുത്. ഇല്ലാ അൻ യശാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചെങ്കിൽ ഒഴികെ എന്ന് പറഞ്ഞുകൊണ്ടല്ലാതെ. എന്ന് പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് എന്ന് പറയാതെ നിങ്ങളിൽ ഒരാളും ഒരു കാര്യം ഞാൻ പിന്നെ ചെയ്യും, ഭാവിയിൽ ചെയ്യുമെന്ന് പറയരുത്. പറയുമ്പോൾ എന്ത് പറയണം? ഇൻഷാ അല്ലാഹ്. ഈ ആയത്ത് അവതരിപ്പിക്കപ്പെടാനുള്ള പശ്ചാത്തലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് യഹൂദരും മറ്റും ചില ചോദ്യങ്ങൾ ചോദിച്ചു. അതിലൊന്ന് അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ചാണ്. അസ്ഹാബുൽ കഹ്ഫ് അവരെക്കുറിച്ച് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ദുൽഖർനൈൻ ആരാണ് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു. ഇങ്ങനെ ചില അത്ഭുതകരമായ കാര്യങ്ങളെക്കുറിച്ച് നബിയോട് ചോദിച്ചപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നാളെ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞില്ല. കാരണം നബിയുടെ മനസ്സിലൊരു പ്രതീക്ഷയുണ്ട്, അങ്ങനെ ചോദിച്ചാൽ എനിക്ക് വഹി ലഭിക്കും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞില്ല. പിന്നെയോ ഞാൻ നാളെ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു ഈ കാര്യങ്ങളെക്കുറിച്ച്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയെ അദബ് പഠിപ്പിക്കാൻ വിചാരിച്ചു, സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമയെ പഠിപ്പിച്ചതുപോലെ. കാരണം സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, അദ്ദേഹത്തിന് 100 ഭാര്യമാരുണ്ടായിരുന്നു, ഞാൻ 100 ഭാര്യമാരെയും സമീപിക്കും ഇന്ന് രാത്രി. അവരിലൊക്കെ എനിക്ക് അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ജിഹാദ് ചെയ്യുന്ന പടയാളികളായ 100 മക്കളെ അള്ളാഹു നൽകും. പക്ഷേ ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞില്ല. ആ കുട്ടികൾക്കൊക്കെ ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് വൈകല്യത്തോടു കൂടിയാണ് ജനിച്ചത്. എന്താ കാരണം? ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞില്ല. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 15 ദിവസത്തോളം പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയത്തിൽ ഒരു വഹിയും അവതരിപ്പിച്ചു കൊടുത്തില്ല. 15 ദിവസത്തോളം നാളെ പറഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു. അത് ബോധ്യപ്പെടുത്തിയതിനു ശേഷം പറഞ്ഞു വലാ തഖൂലന്ന ലിശൈഇൻ ഇന്നി ഫാഇലുൻ ദാലിക ഗദാ ഇല്ലാ അൻ യശാ അല്ലാഹ്. അള്ളാഹു ഉദ്ദേശിച്ചെങ്കിൽ എന്ന് പറയാതെ നാളെ ഞാനൊരു കാര്യം ചെയ്യുമെന്ന് നബിയെ പറയരുത്. ഇത് നബിയോട് മാത്രമല്ല നമ്മോടെല്ലാവരോടുമാണ്. എന്നിട്ട് ചില ഉലമാക്കൾ പറഞ്ഞത് ഒരു കൊല്ലം കഴിഞ്ഞാലും ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞതാണ്. ഒരു കൊല്ലം മുമ്പ് ഒരാളോട് നമ്മളൊരു കാര്യം പറഞ്ഞു, പക്ഷേ ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞില്ല എന്ന് ഓർമ്മയായി. എങ്കിൽ ഒരു വർഷത്തിന് ശേഷമാണോ പറഞ്ഞോളൂ. കാരണം വദ്കുർ റബ്ബക ഇദാ നസീത എന്നാണ് പറഞ്ഞത്, അതിൻ്റെ കാലയളവ് പറഞ്ഞിട്ടില്ല. അപ്പോൾ റബ്ബിനെ മറന്നുപോയാൽ വീണ്ടും ഓർക്കണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് എന്ന് പറയണം. എന്നിട്ട് അതിൻ്റെ കൂടെ പറയുന്ന, ഇത് പലപ്പോഴും നമ്മൾ പറയാൻ വിട്ടുപോകുന്ന ഒരു കാര്യമാണ്, പക്ഷേ അള്ളാഹു പഠിപ്പിച്ചൊരു കാര്യമാണ്. എന്താണ്? വഖുൽ, നിങ്ങൾ ഇങ്ങനെ കൂടി പറയണം. ഇൻഷാ അല്ലാഹ് എന്നും പറയണം, അതിൻ്റെ കൂടെ ഇതുകൂടി പറയണം. എന്താണ്? അസാ അൻ യഹ്ദിയനി റബ്ബി, എൻ്റെ റബ്ബ് എനിക്ക് വഴി കാണിച്ചേക്കാം. എൻ്റെ റബ്ബ് എനിക്ക് വഴി കാണിച്ചേക്കാം. അസാ റബ്ബി അസാ അൻ യഹ്ദിയനി റബ്ബി, അസാ അൻ യഹ്ദിയനി റബ്ബി, എൻ്റെ റബ്ബ് എനിക്ക് വഴി കാണിച്ചു തന്നേക്കാം. ലിഅഖറബ മിൻ ഹാദാ, ഇതിനേക്കാൾ കൂടുതൽ അടുത്തത് ഏതിലേക്ക്? റശദൻ, സത്യത്തിലേക്ക്, അല്ലെങ്കിൽ സന്മാർഗത്തിലേക്ക് ഇതിനേക്കാൾ അടുത്തത് അള്ളാഹു എനിക്ക് കാണിച്ചു തന്നേക്കാം. എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം ചെയ്യാന്ന് പറഞ്ഞ് ഇൻഷാ അല്ലാഹ് എന്ന് പറയാൻ വിട്ടുപോയി. ശേഷം നമ്മൾ ഇൻഷാ അല്ലാഹ് എന്ന് പറയുന്നത് മാത്രമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ വിഷയം എന്താണോ അതിനേക്കാൾ ഖൈറായത് റബ്ബ് എനിക്കും നിങ്ങൾക്കും തന്നേക്കാം എന്നുള്ള നിലക്കുള്ള ഒരു ദുആ. നമ്മളൊരു തീരുമാനം എടുക്കും ഇന്ന്, പക്ഷേ ഇൻഷാ അല്ലാഹ് എന്ന് പറയാം. ശേഷം ഈ തീരുമാനത്തെക്കാൾ നല്ലൊരു തീരുമാനം പിറ്റേന്ന് നമുക്ക് ലഭിച്ചേക്കാം. ചിലപ്പോൾ അതിൻ്റെയും പിറ്റേന്ന് അതിനേക്കാൾ നല്ലതിലേക്കൊന്നിലേക്ക് അള്ളാഹു എത്തിച്ചേക്കാം. റഹ്മാനായ റബ്ബ് ആ നിലക്ക് കാരുണ്യവാനാണ്, ആ നിലക്ക് പ്രവർത്തിക്കുന്നവനാണ്.